രാമ രാമ ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണ കൃപാമൂർത്തി എസ് ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദർ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിലെ 18ാമത്തെ അധ്യായമാണ് നമ്മൾ വായിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഭഗവാൻ ഗുണങ്ങളിൽ നിന്നുണ്ടാകുന്ന 4 തരം സ്വഭാവങ്ങളെ കുറിച്ച്, സത്വരജസ്തമോ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യ സമൂഹത്തിൽ 4 സ്വഭാവങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ഏതൊക്കെയാണ് 4 തരം സ്വഭാവങ്ങൾ? സുലോചന മധുജി പറഞ്ഞു. രജോഗുണത്തിൽ ആണ് ഇരിക്കുന്നതെങ്കിൽ ക്ഷത്രിയ സ്വഭാവം, അതാണ് പ്രഭു. 4 സ്വഭാവങ്ങളെ കുറിച്ച് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രജോഗുണത്തിലാണെങ്കിൽ ക്ഷത്രിയ സ്വഭാവമായിരിക്കും. മനുഷ്യ സമൂഹത്തിൽ ആകെ 4 സ്വഭാവം ഉണ്ടാവും. ഏതൊക്കെയാണ്? ക്ഷത്രിയ സ്വഭാവത്തിൽ ബ്രാഹ്മണ, ക്ഷത്രിയ, ശൂദ്ര, വൈശ്യ. ബ്രാഹ്മണൻ, രാമകൃഷ്ണൻ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബ്രാഹ്മണൻ, വൈശ്യൻ, ക്ഷത്രിയൻ, ശൂദ്രൻ, അല്ലെ? ഇങ്ങനെ 4 സ്വഭാവങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ബ്രാഹ്മണന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്? ഓർമ്മയുണ്ടോ? ആരാണ് ബ്രാഹ്മണൻ? എല്ലാം അറിയുന്നവര്, ബ്രഹ്മജ്ഞാനി. ബ്രഹ്മത്തെ അറിയുന്ന. ഭഗവാൻ അതിന്റെ സ്വഭാവം പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, അല്ലെ? എന്തൊക്കെയാ ഭഗവാൻ പറഞ്ഞിരുന്നത്? ആർജവം, ജ്ഞാനം, ശുചിത്വം. 9 സ്വഭാവങ്ങൾ ബ്രാഹ്മണന്റെ ലക്ഷണമായിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 9 സ്വഭാവങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? എന്തൊക്കെയാണ്? ക്ഷമ, ദമ, തിദിക്ഷ, ആർജവം, ക്ഷമ, സത്യസന്ധത, ജ്ഞാനം, വിജ്ഞാനം, ആസ്തിക്യം, ബ്രഹ്മകർമ്മ, സ്വഭാവജം, അല്ലെ? ക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? മനസ്സിന്റെ നിയന്ത്രണം. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നതാണ് ക്ഷമ എന്ന് പറയുന്നത്, അല്ലെ? ദമ എന്ന് പറയുന്നതോ? ഇന്ദ്രിയ നിയന്ത്രണം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ് ദമ എന്ന് പറയുന്നത്. ആർജവം എന്താണ്? ക്ലേശം സഹിച്ച് കടമകൾ നിർവഹിക്കുന്നു. ആർജവം എന്തായിരുന്നു? ശാസ്ത്രത്തിൽ പറഞ്ഞു അതേപടി മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ആർജവം എന്ന് പറയുന്നത്. ശാസ്ത്രത്തിൽ പറഞ്ഞ പ്രകാരം തന്നെ അതേപടി മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനാണ് ആർജവം എന്ന് പറയുന്നത്. ആർജവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധത, അല്ലെ? ഉള്ളത് അതേപടി അവതരിപ്പിക്കുക, വാസ്തവം അതേപടി അവതരിപ്പിക്കുന്നതിനാണ് ആർജവം എന്ന് പറയുന്നത്. പിന്നെന്താണ് സ്വഭാവം പറഞ്ഞത്? ജ്ഞാനം നേടാനുള്ള കഴിവ്. വിജ്ഞാനം, അല്ലെ? വിജ്ഞാനം എന്തായിരുന്നു? അനുഭവജ്ഞാനമാണ് വിജ്ഞാനം. അനുഭവജ്ഞാനം, അല്ലെ? ജീവിതത്തിൽ പ്രയോഗിച്ച് അനുഭവം നേടുന്നതാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. ജ്ഞാനം, വിജ്ഞാനം, ആസ്തിക്യം. ആസ്തിക്യം എന്തായിരുന്നു? വിശ്വാസം, ആസ്തിക്യം. വേദത്തിലും ഭഗവാനിലുമുള്ള വിശ്വാസം, അല്ലെ? വിശ്വാസം, അതാണ് ആസ്തിക്യം എന്ന് പറയുന്നത്.
ഇത് ബ്രാഹ്മണന്റെ സ്വഭാവമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സ്വഭാവമാണ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇത് ജന്മത്താൽ ഉണ്ടാകുന്നതല്ല, ഇത് ഓരോ വ്യക്തിയിൽ ഉണ്ടാകുന്ന സ്വഭാവമാണ് എന്നാണ് പറഞ്ഞത്. പിന്നീട് ക്ഷത്രിയനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ഷത്രം കർമ്മ സ്വഭാവജം അല്ലെ. ശൗര്യം തേജോ ധൃതിർദാക്ഷ്യം യുദ്ധേ ജാപ്യപലായനം ദാനം ഈശ്വരഭാവശ്ച ക്ഷാത്രം കർമ്മ സ്വഭാവജം. മനുഷ്യന്റെ സ്വഭാവം എന്താണ്? കൃഷി, ഗോരക്ഷ്യ, വാണിജ്യം, വൈശ്യകർമ്മ സ്വഭാവജം. പരിചര്യാത്മകം കർമ്മ ശൂദ്രസ്യാഭി സ്വഭാവജം. പരിചര്യ, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്ഥിതി. സ്വന്തമായിട്ടൊന്നും ഏറ്റെടുത്ത് ചെയ്യാൻ സാധിക്കില്ല, പക്ഷെ മറ്റുള്ളവരെന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അവരെ സഹായിക്കും. അതാണ് ശൂദ്രകർമ്മം എന്ന് പറയുന്നത്. ഇപ്പൊ കലിയുഗത്തിൽ നമ്മൾക്ക് ഇതൊന്നും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുകയില്ല. ശുദ്ധനായിട്ടുള്ള ഒരു ബ്രാഹ്മണനെയോ ശുദ്ധനായിട്ടുള്ള ക്ഷത്രിയനോ കലിയുഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ശുദ്ധമായിട്ടുള്ള വൈശ്യനോ കാണാൻ സാധിക്കില്ല. കലിയുഗത്തിൽ എല്ലാവരും ശുദ്ര സ്വഭാവമാണ്. ഈശ്വരവിശ്വാസമുള്ള ബ്രാഹ്മണന്മാര് കലിയുഗത്തിൽ ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് കലിയുഗത്തിലുള്ള ആളുകൾക്ക് ഈശ്വരവിശ്വാസം കുറയുന്നത്. ബ്രാഹ്മണനിൽ നിന്നാണ് സമൂഹത്തിലേക്ക് വിശ്വാസം പകർന്നു വരേണ്ടത്. വേദങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തി അതിൽ വിശ്വാസം ഉള്ള വ്യക്തിയാണ് ബ്രാഹ്മണൻ. അങ്ങനെയുള്ള വ്യക്തികൾ സമൂഹത്തിൽ ഉണ്ടാകുന്ന സമയത്ത് മറ്റുള്ളവർക്കും സ്വാഭാവികമായിട്ടും വിശ്വാസം ഉണ്ടാകും. ബ്രാഹ്മണൻ പറയും, ഈശ്വരനെ കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. ഇതെല്ലാം സത്യമാണ് എന്നുള്ള ബോധ്യത്തിൽ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആ ബ്രാഹ്മണനിൽ നിന്ന് വിശ്വാസം സമൂഹത്തിലേക്ക് പകരുകയാണ് ചെയ്യുന്നത്. ബ്രാഹ്മണൻ തന്നെ ഈശ്വരനിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞാലോ പിന്നെ സമൂഹത്തിന് മൊത്തം അധപ്പതനമാണ്. സമൂഹത്തിൽ ആർക്കും ഈശ്വര വിശ്വാസം ഉണ്ടാവില്ല. ഈശ്വര സാക്ഷാത്കാരം നേടുന്ന വ്യക്തിയാണ് ബ്രാഹ്മണൻ. ആ സാക്ഷാത്കാരം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ബ്രാഹ്മണന്റെ ചുമതലയാണ്. അങ്ങനെയുള്ള ബ്രാഹ്മണന്മാർ സമൂഹത്തിൽ ഇല്ലാതിരിക്കുന്ന സമയത്ത് സമൂഹത്തിന്റെ മുഴുവൻ വിശ്വാസവും നഷ്ടപ്പെട്ട് ആ സമൂഹം അന്ധകാരത്തിലേക്ക് പോകും, അല്ലെങ്കിൽ അധർമ്മം വർദ്ധിച്ചു വരും. ഈശ്വരനില്ല എന്നുള്ള വിധത്തിൽ മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങും. അപ്പോൾ പിന്നെ മൃഗങ്ങളുടെ തുല്യമായിട്ടുള്ള ജീവിതത്തിലേക്ക് മനുഷ്യൻ തിരിച്ചു പോകും. അതാണ് അധർമ്മം എന്ന് പറയുന്നത്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമി. ആ സമയത്ത് ഭഗവാൻ അതിനെന്തെങ്കിലും വഴി കണ്ടെത്തും. അല്ല, ചിലപ്പോൾ നേരിട്ട് ഭഗവാൻ അവതരിക്കും, അല്ലെങ്കിൽ തന്റെ വിശ്വസ്തരായിട്ടുള്ള സേവകന്മാരെ ഭഗവാൻ പറഞ്ഞയക്കും. ആചാര്യന്മാര് നമ്മൾക്ക് വരും. അങ്ങനെ വീണ്ടും ആ വിശ്വാസം, ഈശ്വര വിശ്വാസം നമ്മൾക്ക് പുലർത്താൻ സാധിക്കും. കാരണം അതാണ് മനുഷ്യജന്മത്തിന്റെ സാഫല്യം എന്ന് പറയുന്നത്. മനുഷ്യന് മാത്രമേ ഈശ്വരനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഈശ്വരവിശ്വാസത്തിൽ ജീവിക്കുന്നതാണ് ധർമ്മം എന്ന് പറയുന്നത്. ഭഗവാന്റെ നിയമം അനുസരിച്ച് ജീവിക്കുന്നതാണ് ധർമ്മം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇങ്ങനെയുള്ള 4 സ്വഭാവങ്ങൾ എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കും എന്ന് ഭഗവാൻ പറഞ്ഞു. ഈ ഭൗതിക ലോകത്തിൽ 3 ഗുണങ്ങൾക്കനുസരിച്ച് 4 തരം സ്വഭാവങ്ങൾ കാണാൻ സാധിക്കും. അത് ഏറിയും കുറഞ്ഞായിരിക്കും. ചില സമയത്ത് അത് കുറഞ്ഞു പോകും, ചില സമയത്ത് അത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഭഗവാൻ ഇവിടെ പറയുന്നത് ആ സ്വഭാവം അനുസരിച്ച് പ്രവർത്തിച്ചാൽ തന്നെ ഒരു വ്യക്തിക്ക് പൂർണ്ണത നേടാൻ സാധിക്കും, ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. എങ്ങനെയാണ്? സ്വയസേ കർമ്മണ്യഭിരത സംസിദ്ധിം ലഭതേ നര. അടുത്ത ശ്ലോകത്തിൽ 45ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വന്തം കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ തന്നെ ഒരു വ്യക്തിക്ക് പൂർണ്ണത നേടാൻ സാധിക്കും, ഭഗവാനിലേക്ക് തിരിച്ചെത്താൻ സാധിക്കും. സ്വന്തം കർമ്മങ്ങൾ ഭഗവാന് സമർപ്പിക്കണം, അല്ലാതെ നമ്മൾക്ക് പൂർണ്ണത നേടാൻ സാധിക്കുന്നില്ല. അതാണ് 46ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. യഥ പ്രവൃത്തിർഭൂതാനാം യേന സർവമിതം തദം സ്വകർമ്മണ തം അഭ്യർച്ച സിദ്ധിം വിന്ദതി മാനവ. സ്വന്തം കർമ്മങ്ങൾ ഭഗവാന് വേണ്ടി ചെയ്യണം, കർമ്മഫലം ഭഗവാന് സമർപ്പിക്കണം. അല്ലെ, ഭഗവാന് സമർപ്പിക്കുന്ന സമയത്ത് ഭഗവാനുമായിട്ട് നമുക്ക് ബന്ധമുണ്ടാകും. അങ്ങനെ ഭഗവാനിൽ കൂടുതൽ വിശ്വാസം ഉണ്ടാകും. അങ്ങനെ നമ്മുടെ ബുദ്ധിയിൽ ഭഗവാനെ കുറിച്ചുള്ള ബോധം ഉറയ്ക്കും. ഭഗവാൻ ഉണ്ട്, ഭഗവാൻ എന്നെ സംരക്ഷിക്കുന്നുണ്ട്, ഞാൻ ഭഗവാന് വേണ്ടി പ്രവർത്തിച്ചാൽ മതി എന്ന് നമ്മൾക്ക് ബോധമുദിക്കും. അങ്ങനെയാണ് ബുദ്ധി ശുദ്ധമാകുന്നത് എന്ന് പറഞ്ഞു.
ആ ബുദ്ധി ശുദ്ധമാകുന്നതോടുകൂടി നമ്മുടെ എല്ലാവിധ ദോഷങ്ങളും ഇല്ലാതാകും എന്ന് അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം 47-ാമത്തെ ശ്ലോകം 48-ാമത്തെ ശ്ലോകം വരെ വായിച്ചിട്ടുണ്ടായിരുന്നു. 47-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാൻ സ്വനുഷ്ഠിതാ സ്വഭാവനിയതം കർമ്മ കുർവന്നാപ്നോതി കിൽവിഷം. നമ്മൾ സ്വന്തം കർമ്മങ്ങൾ തന്നെ അനുഷ്ഠിച്ചാൽ മതി, അത് ഭഗവാന് അർപ്പണമായിട്ട് ചെയ്താൽ മതി. മറ്റുള്ളവരെ അനുകരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. മറ്റുള്ളവരെ അനുകരിക്കുന്ന സമയത്ത് നമ്മൾക്ക് സ്വാഭാവികമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഒരു ബ്രാഹ്മണന് ഒരു ക്ഷത്രിയനെ അനുകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. ക്ഷത്രിയൻ വൈശ്യനെ അനുകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. തിരിച്ചും അങ്ങനെ സാധിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ സ്വഭാവം എന്താണോ അതിനനുസരിച്ച് പ്രവർത്തിക്കുക, അതിന്റെ കർമ്മഫലം ഭഗവാൻ അർപ്പിക്കുക. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് ക്രമേണ എത്തിച്ചേരാൻ സാധിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുവരെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് 48-ാമത്തെ ശ്ലോകം മുതൽ വായിക്കാം. 48-ാമത്തെ ശ്ലോകം. സഹജം കർമ്മ കൗന്ദേയ സദോഷം അഭിനത്യചേത് സർവാരംഭാഹി ദോഷേണ ധൂമേന അഗ്നിരവാവൃത. വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ, അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഗീതാ മാതാജി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സഹജം കർമ്മ കൗന്ദേയ സദോഷമഭിന ത്യജേത് സർവാരംഭാ ഹി ദോഷേണ ധൂമേനാഗ്നിരിവ്യാവൃത. ഹേ കൗന്ദേയ, അഗ്നി പുകയാൽ മൂടപ്പെട്ടിരിക്കുന്നത് പോലെ എല്ലാ ഉദ്യമങ്ങളും ഏതെങ്കിലും ദോഷത്താൽ മൂടപ്പെട്ടിരിക്കും. അതുകൊണ്ട് തനിക്ക് സ്വാഭാവികമായ കർമ്മം അത് ദോഷങ്ങൾ നിറഞ്ഞതായാൽ പോലും ഉപേക്ഷിക്കാനാവുന്നതല്ല. ഭാവാർത്ഥം ശ്രീമദ് ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ കി ജയ്. ബദ്ധജീവിതത്തിൽ ഏതു കർമ്മവും ത്രിഗുണങ്ങളാൽ ദൂഷിതമാവുന്നു. ബ്രാഹ്മണന് പോലും ജന്തുവധം ആവശ്യമായ യജ്ഞങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരും. ക്ഷത്രിയനാകട്ടെ എത്ര ഗുണവാനായാലും ശത്രുക്കളോട് പൊരുതേണ്ടി വരും. അയാൾക്ക് അതിൽ നിന്നൊഴിയാനാവില്ല. അതുപോലെ ഒരു വ്യാപാരി അയാൾ എത്ര ഗുണവാനായാലും ചിലപ്പോൾ തന്റെ തൊഴിൽ നിലനിർത്തുവാനായി ആദായം രഹസ്യമായി വയ്ക്കേണ്ടതുണ്ട്. ചിലപ്പോൾ കരിഞ്ചന്ത നടത്തേണ്ടതായും വന്നേക്കാം. ഇതെല്ലാം ഒഴിച്ചുകൂടാത്തവയാണ്. ശൂദ്രനും ദുഷ്ടനുമായ ഒരു യജമാനനെയാണ് സേവിക്കുന്നതെങ്കിൽ അയാളുടെ ആജ്ഞ അനുസരിച്ച് ചെയ്യരുതാത്ത പ്രവൃത്തി ചെയ്യേണ്ടി വരും. ഇത്തരം വിഷമതകൾ ഉണ്ടായാലും താങ്കളുടെ നിർദ്ദിഷ്ട കർമ്മങ്ങളെ സ്വഭാവങ്ങളാകയാൽ 4 കൂട്ടരും നിറവേറ്റുക തന്നെ വേണം. ഒരു നല്ല ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അഗ്നി പരിശുദ്ധമാണ്, എങ്കിലും അതിന് പുകയുണ്ട്. ആ പുക അഗ്നിയെ മലിനമാക്കുന്നില്ല. പുകയുണ്ടെങ്കിൽ കൂടി പഞ്ചഭൂതങ്ങളിൽ വെച്ച് വിശുദ്ധിയേറിയതാണ് അഗ്നി. ഒരു ക്ഷത്രിയന് തന്റേതായ പ്രവൃത്തി ഉപേക്ഷിച്ച് ബ്രാഹ്മണന്റേതായ കർമ്മം സ്വീകരിക്കാമെന്ന് വെച്ചാൽ ആ നിലയിലും മനസ്സിന് ഇഷ്ടപ്പെടാത്ത പ്രവൃത്തികൾ ചെയ്യേണ്ടി വരില്ലെന്ന് ഉറപ്പില്ല. അപ്പോൾ പ്രപഞ്ചത്തിൽ ഭൗതിക പ്രകൃതിയുടെ മാലിന്യത്തിൽ നിന്ന് തികച്ചും ഒഴിഞ്ഞു നിൽക്കാൻ ആർക്കും സാധ്യമല്ലെന്ന നിഗമനത്തിലെത്താം. അഗ്നിയും പുകയും തന്നെ ഇവിടെ അനുയോജ്യമായ ഒരു ഉദാഹരണം. മഞ്ഞുകാലത്ത് തീയിൽ നിന്ന് ഒരു കരിക്കട്ട എടുത്തു നീക്കുമ്പോൾ കണ്ണിലും മൂക്കിലും പുക കടന്ന് വിഷമിപ്പിച്ചു എന്ന് വരാം. ഇങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടായാലും തീ ഉപയോഗിക്കുന്ന പതിവ് തുടരുകയേ നിവൃത്തിയുള്ളൂ. മനുഷ്യന് വിധിക്കപ്പെട്ടിട്ടുള്ള കർമ്മത്തിന്റെ കാര്യത്തിലും ഇതാണ് ശരി. ചില ബുദ്ധിമുട്ടുകൾക്കിടയുണ്ടെങ്കിലും സ്വകർമ്മം ത്യജിച്ചുകൂടാ. കൃഷ്ണാവബോധത്തോടെ തന്റെ പ്രവൃത്തി കൊണ്ട് ഭഗവത് സേവനം ചെയ്യാൻ നിശ്ചയിക്കുകയാണ് വേണ്ടത്. അതാണ് പരിപൂർണത. ഏതൊരു കർമ്മവും പരമപുരുഷന്റെ സംതൃപ്തിക്കായിക്കൊണ്ട് അനുഷ്ഠിക്കപ്പെടുമ്പോൾ അതിന്റെ വശങ്ങൾ നീങ്ങി വിശുദ്ധമാകുന്നു. ഭക്തിഭരിതമായ സേവനത്തോട് ബന്ധപ്പെട്ട് കർമ്മഫലങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടാൽ അന്തരാത്മാവിനെ ദർശിക്കാൻ വേണ്ടുന്ന പരിപൂർണത ഒരാൾക്ക് ലഭിക്കും. അതാണ് ആത്മസാക്ഷാത്കാരം. ഹരേ കൃഷ്ണ പ്രഭുജി.
ഹരേ കൃഷ്ണ. താങ്ക് യു ഗീത മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ പറയുന്നത് ഈ ഭൗതിക ലോകത്തിൽ ഒരു കർമ്മവും നമ്മൾക്ക് 100% പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ്. എന്തെങ്കിലുമൊക്കെ ഒരു ദോഷം ഉണ്ടാകും. അത് പൂർണ്ണ തൃപ്തിയോടുകൂടി എല്ലാം പരിപൂർണമായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു പ്രവൃത്തിയും ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനും ചില ദോഷങ്ങളൊക്കെ ഉണ്ടാകും. സത്വഗുണത്തിൽ പോലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിനും ചില ദോഷങ്ങൾ ഉണ്ടാകും. കാരണം എന്താണ്? സാത്വിക ഗുണം പോലും നമ്മളെ ഈ ഭൗതിക ലോകത്തിൽ ബന്ധിക്കുന്നതാണ് എന്ന് നേരത്തെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. സത്വം സുഖേ സംജയതി. സുഖം കൊണ്ട് ഈ ലോകത്തിൽ നമ്മളെ ബന്ധിക്കും. രജോ ഗുണമാണെങ്കിൽ കർമ്മം കൊണ്ട് ബന്ധിക്കും. തമോ ഗുണമാണെങ്കിൽ അജ്ഞാനം കൊണ്ട് ബന്ധിക്കും. അപ്പം ഒരു കർമ്മവും ഈ ഭൗതിക ലോകത്തിൽ ഒരു കർമ്മവും പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ചില ആളുകൾ വിചാരിക്കും, ബ്രാഹ്മണീയ സ്വഭാവമുള്ള ആളുകൾ ചിലപ്പോൾ ബ്രാഹ്മണനായിട്ട് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, ഞാൻ വേറെ ഏതെങ്കിലും ആശ്രമം സ്വീകരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ക്ഷത്രിയൻ വിചാരിക്കും ഞാൻ ബ്രാഹ്മണനാകുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ സന്യാസിയാകുന്നതാണ് നല്ലത് എന്നൊക്കെ വിചാരിക്കും. അർജുനൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ? അർജുനൻ യഥാർത്ഥത്തിൽ ക്ഷത്രിയനാണ്. ക്ഷത്രിയ സ്വഭാവമാണ് സ്വാഭാവികമായിട്ടും അർജുനന് ഉള്ളത്. പില്ലാളി വീരനാണ്, എല്ലാവരെയും യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പോൾ അർജുനൻ എന്ത് പറഞ്ഞു? ബന്ധുക്കളോടുള്ള കാരുണ്യം കൊണ്ട് അദ്ദേഹം പറഞ്ഞു, വേണ്ട, ഞാൻ സന്യാസം സ്വീകരിക്കാം, ഭിക്ഷ യാചിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞ് അവിടെ സുഖമായിരിക്കും, അല്ലെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ് അർജുനൻ ചിന്തിക്കുന്നത്. അപ്പം അർജുനൻ സ്വന്തം ധർമ്മം ഉപേക്ഷിച്ച്, സഹജമായിട്ടുള്ള കർമ്മം ഉപേക്ഷിച്ച് വേറൊരു കർമ്മം സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്നാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. സദോഷം അഭിനത്യജേത്. ദോഷമുണ്ടെങ്കിൽ പോലും നിന്റെ സഹജമായിട്ടുള്ള ധർമ്മം നീ ഒരിക്കലും ഒഴിവാക്കരുത് എന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം എന്താണ്? സമൂഹത്തിന് അത് ആവശ്യമാണ്. ക്ഷത്രിയന്മാരെ സമൂഹത്തിന് ആവശ്യമാണ്. ധർമ്മം പുലർത്തുന്നതിന് വേണ്ടി, ധർമ്മം പുലർത്തുന്നവരെ സംരക്ഷിക്കുന്നതിനും ക്ഷത്രിയന്മാരെ ആവശ്യമാണ്, അല്ലെ? രാജ്യത്തിന് പോലീസിനെയും പട്ടാളക്കാരെയും ആവശ്യമുള്ളതുപോലെ ചിലപ്പോൾ പോലീസിന് മറ്റുള്ളവരെ ശകാരിക്കേണ്ടി വരും, ചിലപ്പോൾ അടിക്കേണ്ടി വരും, പട്ടാളക്കാർക്ക് മറ്റുള്ളവരെ കൊല്ലേണ്ടി വരും. പക്ഷെ അപ്പോൾ പട്ടാളക്കാരൻ വിചാരിക്കുകയാണ്, ഞാൻ വേറെ എന്തെങ്കിലും ജോലി ചെയ്യാം, ഞാൻ സ്കൂളിൽ അധ്യാപകനാകാം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? പട്ടാളക്കാരൻ നമുക്ക് ആവശ്യമുണ്ട്, അപ്പോഴേ നമുക്ക് രാജ്യം സംരക്ഷിക്കാൻ സാധിക്കുള്ളൂ. പട്ടാളക്കാരന്റെ ജോലിയാണ് ചെയ്യേണ്ടത്, പോലീസുകാരന്റെ ജോലിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ദോഷമുണ്ടെങ്കിൽ പോലും, ചിലപ്പോൾ അങ്ങനെ പല ദോഷങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് ഒഴിവാക്കരുത് എന്നാണ് പറയുന്നത്. നമ്മൾക്ക് സഹജമായിട്ടുള്ള ആ ധർമ്മം തന്നെ നമ്മൾ അനുവർത്തിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. ദോഷം നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനും ദോഷം തന്നെയാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അതിന് ഉദാഹരണം പറയുന്നു, ധൂമേന അഗ്നിരിവാവൃത സർവാരംഭ ഹി ദോഷേണ ധൂമേന അഗ്നിരിവാവൃത. എല്ലാ കർമ്മങ്ങൾക്കും ദോഷമുണ്ട് എന്നാണ് പറയുന്നത്. ദോഷം ഒഴിവാക്കി ഒരു കർമ്മവുമില്ല. പരിശുദ്ധമായിട്ടുള്ള കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ ലോകത്തിലുള്ള ഭഗവാന്റെ സേവനമാണ്. അതാണ് പരിശുദ്ധമായിട്ടുള്ള കർമ്മങ്ങൾ. ഭൗതിക ലോകത്തിലുള്ള കർമ്മങ്ങൾ എല്ലാം ദോഷങ്ങൾ നിറഞ്ഞത് തന്നെയാണ് എന്നാണ് പറയുന്നത്. ഏതുപോലെ അഗ്നി ഉണ്ടാകുമ്പോൾ അതിന്റെ കൂടെ എന്തുണ്ടാകും? പുകയും ഉണ്ടാകും. ധൂമേന അഗ്നിരിവാവൃത. അഗ്നിയുടെ കൂടെ തന്നെ എപ്പോഴും പുകയുണ്ടാകും. പക്ഷെ നമ്മൾക്ക് അഗ്നിയെ ഒഴിവാക്കാൻ സാധിക്കില്ല. പുകയുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾക്ക് അഗ്നി ഒഴിവാക്കാൻ സാധിക്കും. കാരണം നമ്മൾക്ക് അഗ്നി അത്യാവശ്യമാണ്, അല്ലെ? നമ്മുടെ എല്ലാവിധ ദൈനംദിന ആവശ്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്, പല കാര്യത്തിനും ഉപയോഗിക്കുന്നുണ്ട്, ഫാക്ടറിയിൽ ഉപയോഗിക്കും. അപ്പോൾ പുകയുണ്ടാകുമെന്ന് വിചാരിച്ച് ആ പ്രവൃത്തി അഗ്നിയെ നമ്മൾക്ക് ഉപേക്ഷിക്കാൻ സാധിക്കില്ല. അതേപോലെ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ എന്തെങ്കിലും പോരായ്മകളുണ്ട്, ദോഷങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സഹജമായിട്ടുള്ള കർമ്മം തന്നെ ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെ നമുക്ക് ക്രമേണ പെർഫെക്ഷൻ ഉണ്ടാകും എന്നാണ് പറയുന്നത്. നമ്മൾ കർമ്മങ്ങളെ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല, കർമ്മഫലത്തിനെയാണ് നമ്മൾ ഉപേക്ഷിക്കേണ്ടത് എന്ന് നേരത്തെ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ വീണ്ടും
വിശദീകരിക്കുന്നുണ്ട്. അടുത്ത ശ്ലോകം കൂടി നമുക്ക് വായിക്കാം. 49-ാമത്തെ ശ്ലോകം. അസക്ത ബുദ്ധി സർവത്ര ജിതാത്മാ വിഗത സ്പൃഹ നൈഷ്കർമ്മ്യ സിദ്ധിം പരമാം സന്യാസേന അധിഗച്ഛതി. ഭാവാർത്ഥം വായിച്ചോളൂ. ഞാൻ വായിക്കണം ഗുരുജി. നളിനി മാതാജി വായിച്ചു. ഭഗവതേ വാസുദേവായ. അസക്ത ബുദ്ധി സർവത്ര ജിതാത്മാ വിഗത സ്പൃഹ നൈഷ്കർമ്മ്യ സിദ്ധിം പരമാം സന്യാസേന അധിഗച്ഛതി. ആത്മസംയമനം നേടിയവനും അനാസക്തനും ഭൗതിക സുഖഭോഗങ്ങളെല്ലാം അവഗണിച്ചവനുമായ ഒരാൾക്ക് ത്യാഗപരിശീലനത്തിലൂടെ പ്രതികരണങ്ങളിൽ നിന്നുള്ള പരമമായ മോചനം നേടാൻ കഴിയും. താൻ പരമപുരുഷന്റെ ഒരംശം മാത്രമാണെന്നും താൻ മൂലം സ്വകർമ്മഫലങ്ങൾ അനുഭവിക്കാനുള്ള അവകാശം തനിക്കില്ലെന്നും എപ്പോഴും ഓർക്കുന്നതാണ് യഥാർത്ഥമായ ത്യാഗം. താൻ ഭഗവാന്റെ അംശമാകയാൽ തന്റെ കർമ്മങ്ങളുടെ ഫലം ആസ്വദിക്കേണ്ടത് ഭഗവാൻ തന്നെ. ഇതാണ് ശരിയായ കൃഷ്ണാവബോധം. കൃഷ്ണാവബോധത്തോട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥ സന്യാസി. ആ മനസ്ഥിതിയിലുള്ള ഒരാൾക്ക് തന്റെ പ്രവൃത്തികൾ പരമപുരുഷന് വേണ്ടി ചെയ്യുന്നതാണെന്നുള്ള സംതൃപ്തി ഉള്ളതിനാൽ ഭൗതിക വസ്തുക്കളിൽ ആസക്തി ഉണ്ടാകാറില്ല. ഭഗവത് സേവനത്തിൽ നിന്ന് നേടാവുന്ന അതീന്ദ്രിയ ആനന്ദത്തിൽ ഒഴികെ മറ്റൊന്നിലും സുഖം കാണാത്ത നിലയിലായിരിക്കും അയാൾ. സന്യാസി തന്റെ കർമ്മങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മുക്തനായിരിക്കേണ്ടതാണ്. കൃഷ്ണാവബോധമുള്ള വ്യക്തിയാകട്ടെ സന്യാസ ശ്രമം സ്വീകരിക്കാതെ തന്നെ സ്വാഭാവികമായി ഈ നിലയിൽ എത്തിച്ചേരുന്നു. ഈ മാനസിക സ്ഥിതിയെയാണ് യോഗാരൂഢതയെന്ന് വിളിക്കുന്നത്. യോഗത്തിന്റെ പരമകാഷ്ഠ എന്നർത്ഥം. യസ്വത്വാത്മരതിരേവ സ്യാത് എന്ന ഭഗവത്ഗീത 3-ാം അധ്യായത്തിൽ ഇതിനെ വിവരിക്കുന്നു. സ്വയം ആത്മസംതൃപ്തനായവന് തന്റെ കർമ്മങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങളെ പറ്റി ഭയപ്പെടേണ്ട. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു നളിനി മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ വർണ്ണാശ്രമ വ്യവസ്ഥയിൽ തുടർച്ചയായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പറഞ്ഞതുപോലെ സ്വേ കർമ്മണ്യഭിരത, സ്വന്തം കർമ്മങ്ങൾ, ക്ഷത്രിയനായിട്ടാണെങ്കിൽ ക്ഷത്രിയനായിട്ട്, ബ്രാഹ്മണനായിട്ടാണെങ്കിൽ അങ്ങനെ സ്വന്തം കർമ്മങ്ങൾ നിരന്തരമായിട്ട് അനുഷ്ഠിച്ചു പോന്നാൽ ആ വ്യക്തിക്ക് ഒരു സന്യാസിയുടെ നിലവാരത്തിലുള്ള ബുദ്ധിയിലേക്ക്, വിശുദ്ധിയിലേക്ക് ഉയരാൻ സാധിക്കുമെന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അസക്ത ബുദ്ധി സർവത്ര ജിതാത്മാ വിഗത സ്പൃഹ നൈഷ്കർമ്മ്യ സിദ്ധിം പരമാം സന്യാസേന അധിഗച്ഛതി. അർജുനൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു സന്യാസത്തിന്റെ തത്വം എന്താണ്. ഇവിടെ ഭഗവാൻ പറയുന്നു അസക്ത ബുദ്ധി സർവത്ര. എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോഴും അത് ഭഗവാന് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയല്ല എന്നുള്ള ധാരണയിൽ ചെയ്യുന്നതാണ് അസക്ത ബുദ്ധി എന്ന് പറയുന്നത്. അല്ലെ, ഭഗവാന് വേണ്ടി ചെയ്യുന്നു. അത് ആക്ച്വലി അങ്ങനെ ചെയ്യണം. ഇപ്പോൾ മാത്രമേ ആ അസക്ത ബുദ്ധി ഉണ്ടാവുകയുള്ളൂ. ജിതാത്മാ വിഗത സ്പൃഹ. ജിതാത്മാ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട്, ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിച്ചുകൊണ്ട്, വിഗത സ്പൃഹ അറ്റാച്ച്മെന്റ് ഇല്ലാതെ, എന്റേതാക്കണം, എന്റെ സ്വന്തമാക്കണം എന്നുള്ള ചിന്തയില്ലാതെ, പൂർണ്ണ തൃപ്തിയോടുകൂടി സന്തോഷത്തോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ, അങ്ങനെ ഉള്ള കർമ്മം അനുഷ്ഠിച്ചു പോന്നു കഴിഞ്ഞാൽ എല്ലാവിധ പാപപ്രതികരണങ്ങളിൽ നിന്നും മുക്തനായി മോചനം നേടാൻ സാധിക്കും. ഭൗതികമായിട്ടുള്ള ചിന്തകളിൽ നിന്ന് മോചനം നേടാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ആ അവസ്ഥയ്ക്കാണ് സന്യാസം എന്ന് ഭഗവാൻ പറയുന്നത്. അല്ലാതെ നമ്മൾ കർമ്മങ്ങൾ ഉപേക്ഷിച്ചത് കൊണ്ട് മാത്രം സന്യാസിയാകാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. കർമ്മം ചെയ്യണം, അത് ഭഗവാന് അർപ്പിച്ചുകൊണ്ട്, അസക്ത ബുദ്ധി, എനിക്ക് വേണ്ടിയല്ല ഭഗവാന്റെ സേവനമായിട്ടാണ് എന്നുള്ള ബോധത്തിൽ കർമ്മങ്ങൾ ചെയ്തു വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ സന്യാസിയുടെ അവസ്ഥയിൽ എത്താൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ കലിയുഗത്തിൽ നമ്മൾക്ക് ഈ വർണ്ണാശ്രമ വ്യവസ്ഥയൊന്നുമില്ല. വർണ്ണാശ്രമ വ്യവസ്ഥ നിലവിലില്ല. അതെല്ലാം കലിയുഗത്തിന്റെ ശക്തി കൊണ്ട് നശിച്ചുപോയി. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് എങ്ങനെ ഭഗവാന് വേണ്ടി പ്രവർത്തിക്കാം? കൃഷ്ണാബോധത്തിലാണ് നമ്മൾക്ക് ഭഗവാന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കും.
അല്ലെ? ഭഗവാന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. സതതം കീർത്തയന്തോമ, എപ്പോഴും ഭഗവാനെ കുറിച്ച് കീർത്തിക്കണം, ഭഗവാനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അതേപോലെ ഭഗവാന്റെ നാമം ജപിക്കണം, ഭഗവാനെ കുറിച്ച് കേൾക്കണം. ഇങ്ങനെ ഭഗവാനുമായി ബന്ധപ്പെട്ട ഒരുപാട് കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേരാൻ കലിയുഗത്തിലും സാധിക്കും. മറ്റു യുഗങ്ങളിൽ വർണ്ണാശ്രമ വ്യവസ്ഥ ഉണ്ടായിരുന്നു. ക്രമേണ പടിപടിയായിട്ട് അവർക്ക് ഉയരാനുള്ള അവസരമുണ്ടായിരുന്നു. കൃഷ്ണാബോധത്തിൽ നേരിട്ട് നമ്മൾ ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. കാരണം വർണ്ണാശ്രമ വ്യവസ്ഥയിൽ നേരിട്ട് ഭഗവാന്റെ സേവനം അവർ സ്വീകരിക്കുന്നില്ല. അവരുടെ കർമ്മഫലം ഭഗവാന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. കൃഷ്ണാബോധത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ള നേരിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നു. അങ്ങനെ നേരിട്ട് നമുക്ക് ആ അവസ്ഥയിൽ എത്തിച്ചേരാൻ സാധിക്കും എന്ന് ഇവിടെ ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നുണ്ട്. കൃഷ്ണാബോധമുള്ള വ്യക്തിയായിട്ട് സന്യാസാശ്രമം സ്വീകരിക്കാതെ തന്നെ സ്വാഭാവികമായി ഈ നിലയിൽ എത്തിച്ചേരുന്നു. അപ്പൊ കൃഷ്ണാബോധത്തിലുള്ള ഒരു വ്യക്തി വീണ്ടും സന്യാസം സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ഭഗവാന് വേണ്ടി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അങ്ങനെ സ്വാഭാവികമായിട്ടും ആ വ്യക്തിക്ക് ആ നിലവാരത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ ഭഗവാന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ള തൃപ്തി ഉണ്ടാകാം, ആ മനസ്സിൽ തൃപ്തി ഉണ്ടാകാം. അപ്പോഴാണ് നമുക്ക് അറ്റാച്ച്മെന്റ് കുറയുന്നത്. അങ്ങനെയാണ് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ പറയുന്നത് എന്ന് പറയുന്നത്. കൃഷ്ണാബോധമാണ് കലിയുഗത്തിലുള്ള മെത്തേഡ് എന്ന്. എല്ലാ യുഗത്തിലും കൃഷ്ണാബോധത്തിലേക്കാണ് എത്തിച്ചേരേണ്ടത്. കലിയുഗത്തിൽ നേരിട്ട് കൃഷ്ണാബോധം സ്വീകരിക്കുന്നത് മാത്രമേ നമുക്ക് മെത്തേഡായിട്ട് മുന്നിലുള്ളൂ എന്നുള്ളത് ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ നമ്മളിപ്പോ വായിച്ച ശ്ലോകങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ശ്ലോകം വായിക്കാം. ഇന്ന് നമ്മൾ വായിച്ചിട്ടുള്ള ശ്ലോകങ്ങള് 48, 49 ശ്ലോകങ്ങൾ. സഹജം കർമ്മ കൗന്ദേയ സദോഷം അഭിനത്യചേത് സർവാരംഭാഹി ദോഷേണ ധൂമേന അഗ്നിരിമാവൃത. 49ാമത്തെ ശ്ലോകം. അസക്ത ബുദ്ധി സർവത്ര ജിതാത്മാ വിഗത സ്പൃഹ നൈഷ്കർമ്മ്യ സിദ്ധിം പരമാം സന്യാസേന അധിഗച്ഛതി. ഒരു ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് ദോഷങ്ങളോടുകൂടിയാണെങ്കിലും കർമ്മങ്ങൾ ഉപേക്ഷിക്കരുത് എന്നാണ്. 49ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണം, അസക്ത ബുദ്ധിയോടുകൂടി ചെയ്യണം, ഭഗവാന് വേണ്ടി എന്നുള്ള ഭാവത്തിൽ ചെയ്യണം, ഇന്ദ്രിയ നിയന്ത്രണത്തോടു കൂടി ചെയ്യണം, വിഗത സ്പൃഹ അറ്റാച്ച്മെന്റ് ഇല്ലാതെ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ സംശയമൊന്നുമില്ലെങ്കിൽ നമുക്ക് ശ്ലോകം വായിക്കാം. ആരാണ് വായിക്കുന്നത്? ഹരേകൃഷ്ണ പ്രഭു, ഞാനാണ് ആദ്യത്തെ ഫസ്റ്റ് പാർട്ട്. ഓക്കെ, സഞ്ജീവനി മാതാജി വായിച്ചു. ഹരേ കൃഷ്ണ. ഓം നമോ